പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അതെ, യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ ദൈവം നമുക്കത് നൽകും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയും ഫലപ്രാപ്തിയും ഉണ്ടെന്ന വലിയ ഉറപ്പാണ് ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, ദൈവസന്നിധിയിൽ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഏതെല്ലാം പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, അതിനെല്ലാം മറുപടികളെ നൽകി നമ്മുടെ മുഖത്തെ മാനിക്കുമെന്നാണ് കർത്താവ് ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളിലൂടെ സർവശക്തനായ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. എരിഹോവിന്റെ തെരുവീതിയിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന ബർത്തിമായി കർത്താവായ യേശു ക്രിസ്തു വഴി നടന്നു പോകുമ്പോൾ, ഇതാ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമെന്ന് യേശുവിന്റെ നാമത്തിൽ അവൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ, ആ നിലവിളി ശബ്ദത്തിനു മുൻപാകെ ആവശ്യബോധത്തോടെ നിലവിളിച്ചവന് വേണ്ടി സർവശക്തനായ കർത്താവ് കണ്ണുനീരിന് മറികടന്നു പോകാതെ അവിടെ നിന്ന് അവന് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ അവന്റെ ജീവിതത്തിലെ അന്ധകാരങ്ങളെ മാറ്റി അവനെ പുതിയൊരു വെളിച്ചത്തിലേക്ക്, പ്രകാശമുള്ള ഒരു അനുഭവത്തിലേക്ക്, അവന്റെ വിഷയങ്ങളെ, അവന്റെ ആവശ്യത്തെ ഒക്കെ കൊണ്ടുവന്നതുപോലെ, അതെ, സർവശക്തനായ കർത്താവ് വചനങ്ങളിലൂടെ ഒക്കെ ഈ പ്രഭാതത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവന് വേണ്ടി, കർത്താവിന്റെ നാമം ചൊല്ലി അവൻ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ഇതാ സർവശക്തനായ ദൈവം അത് ഏത് വിഷയമായി കൊള്ളട്ടെ, അതിന് നടുവിൽ ശാരീരികമായി, മാനസികമായി, ആത്മീകമായി എല്ലാ മേഖലകളിലും പുത്തൻ ഒരു അനുഭവത്തിലേക്ക്, പുതിയൊരു വെളിച്ചത്തിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തുമെന്ന്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം, ആവശ്യബോധത്തോടെ നിലവിളിക്കാം, കർത്താവിന്റെ നാമത്തിൽ നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പരാജയമല്ല, പ്രാർത്ഥനയ്ക്ക് അതിന്റെ ശക്തിയുണ്ട്, അതിന്റെ ഫലപ്രാപ്തിയുണ്ട്. അതിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ചു നടത്തും. ആയതിനാൽ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്താം, പ്രാർത്ഥനയുടെ സമയങ്ങളെ ദീർഘിപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.